ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നാളുകൾക്ക് മുമ്പ് ജീവിതത്തിൽ അങ്ങേയറ്റം തകർന്നു പോയ സമൂഹ മധ്യത്തിലൊക്കെ അറിയപ്പെടുന്ന ഒരാള് ധ്യാനത്തിന് വന്നപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ച എൻ്റെ ആദ്യത്തെ ചോദ്യം, ചേട്ടനെ കുറിച്ച് ഒത്തിരി കഥകളൊക്കെ പത്രത്തിലും യൂട്യൂബറൊക്കെ ഇറക്കിയിട്ടുണ്ടല്ലോ, ഇതിൻ്റെയൊക്കെ നടുവിൽ എങ്ങനെ ഈ പുഞ്ചിരിച്ചോണ്ടൊക്കെ നിൽക്കാൻ പറ്റുന്നത്? ഈ പുഞ്ചിരി ഇതൊരു അഭിനയമാണോ? എൻ്റെ ചോദ്യം. അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് ചോദിച്ചത്. ഉടനെ അദ്ദേഹം എൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു, അച്ഛാ, ഇത് അഭിനയമൊന്നുമല്ല. ഈ ചിരിയുണ്ടല്ലോ, ഇതെനിക്ക് സമ്മാനിക്കുന്നത് ഒരു കരച്ചിൽ നിന്നാണ്. അപ്പം ഞാൻ ചോദിച്ചോ, അതെങ്ങനെയാ? അച്ഛാ, ഇപ്പം എൻ്റെ പ്രാർത്ഥന രീതി അതാണ്. അച്ഛൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ. അച്ഛാ, ഞാൻ അത്രമേൽ നാണം കെട്ട അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. നാണം കെട്ട ഒരവസ്ഥ. അങ്ങനെയാണ് അയാൾക്ക് നാട്ടിലുണ്ടായൊരു പ്രശ്നം. ഇപ്പം ഈ യൂട്യൂബിലും പത്രത്തിലൊക്കെ എടുത്തങ്ങോട്ട് പെരുമാറി ഇദ്ദേഹത്തെ. അപ്പം ഇദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അച്ഛാ, ആ നാളുകളിൽ ഞാൻ എൻ്റെ കൂട്ടുകാരുടെ മുമ്പിൽ പോയി മണിക്കൂറുകൾ കരഞ്ഞു. എൻ്റെ കരച്ചിൽ കണ്ടിട്ട് കൂടെയുണ്ടായിരുന്നവര് അവസാനം എന്നെ കുറ്റപ്പെടുത്തി എന്നല്ലാതെ അവരാരും എന്നെ ആശ്വസിപ്പിച്ചില്ല. ചിലരൊക്കെ പറഞ്ഞു ഡോണ്ട് വറി. പക്ഷെ അച്ഛാ, എൻ്റെ പ്രശ്നത്തിന് ഉത്തരം കിട്ടിയില്ല. എൻ്റെ നാട്ടുകാരുടെ പലരുടെയും മുമ്പിൽ ഞാൻ പോയിരുന്നു കരഞ്ഞു. അവസാനം ഞാൻ എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞു. ഞാൻ വിചാരിച്ചു, എൻ്റെ രക്തമല്ലേ എൻ്റെ വീട്ടുകാർ, അവർക്ക് എന്നെ മനസ്സിലാവും. എന്നാൽ അച്ഛാ, അവർക്കും എന്നെ മനസ്സിലായില്ല. അപ്പം ഞാൻ ചോദിച്ചു, അപ്പോൾ പിന്നെ കരഞ്ഞു മടുത്തില്ലേ? അതെ അച്ഛാ, ഞാൻ കരഞ്ഞു മടുത്തു. അവസാനം ഞാൻ ചെന്നെത്തിയ ഇടം എൻ്റെ ഇടവക പള്ളിയിലെ അൾത്താരുടെ മുമ്പിൽ. അച്ഛാ, കുർബാന കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ മണിക്കൂറുകൾ അൾത്താരുടെ മുമ്പിൽ ഇരുന്ന് ഒരു കൊച്ചു കുഞ്ഞ് കരയുന്നത് പോലെ പൊട്ടി 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 മണിക്കൂറുകൾ ഞാനിരുന്ന് കരയും. അച്ഛൻ, ഇപ്പോൾ എൻ്റെ മുഖത്ത് കാണുന്ന പ്രകാശം എന്ന് പറയുന്നത് എൻ്റെ കരച്ചിൽ നിന്ന് കണ്ണുനീര് അറിയാവുന്നവൻ്റെ വില അറിയാവുന്നവൻ്റെ മുമ്പിൽ ഇരുന്ന് കരഞ്ഞതുകൊണ്ട് എനിക്ക് കിട്ടിയ കൃപയാണ്. അച്ഛാ, എൻ്റെ പ്രാർത്ഥന അതാണ്. എനിക്ക് വലിയ പ്രാർത്ഥനയൊന്നും ചൊല്ലാനൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ എല്ലാ ദിവസവും ദീപികാരുണ്യനാഥൻ്റെ മുമ്പിൽ ഇരുന്ന് ഞാൻ കരയും. ഞാൻ അല്പസമയം കരഞ്ഞിട്ട് അവിടുന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ എൻ്റെ മുഖത്ത് നല്ല പ്രകാശം. നന്നായിട്ടൊന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.